ഞങ്ങളിപ്പോൾ ഉള്ളത് ഒക്കരക്കലിലെ കോറക്കൽ കൊട്ടവഞ്ചി റൈഡിനടുത്തായിട്ടാണ് ഉള്ളത്. അപ്പൊ നമ്മളിവിടെ ഇന്ത്യയിലെ നയാഗ്ര എന്ന് പറയുന്ന ഒരു വാട്ടർഫോൾ ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ അവിടെയുള്ള കൊട്ടവഞ്ചി സവാരി നടത്തുവാനായിട്ട് പോവുകയാണ് നമ്മൾ. ഫ്രണ്ട്സ്, നമ്മുടെ ബാക്കിൽ ഇഷ്ടം പോലെ കൊട്ടവഞ്ചി ഉണ്ട്. ഭയങ്കര വലുതാണ്. ഇപ്പൊ അച്ഛൻ അവിടെ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഇനി കൊട്ടവഞ്ചിയുടെ അവിടേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇവിടെ മൊത്തം കൊട്ടവഞ്ചി ഇങ്ങനെ വെച്ചേക്കുവാണ് കേട്ടോ. നമ്മുടെ കൂടെ തത്തച്ഛനും പിന്നെ ശശികൊച്ചനും മണിച്ചിറ്റുണ്ട്. ശശികൊച്ചനും മണിച്ചിറ്റും ഇന്ന് പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ ഈ കൊട്ടവഞ്ചിക്ക് എന്ന് പറഞ്ഞാൽ ഒരു കൊട്ടവഞ്ചിക്ക് 1500 രൂപയാണ്. ഒരെണ്ണത്തിൽ 4 പേർക്കാണ് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 കൊട്ടവഞ്ചിയാണ് ടോട്ടൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലൈഫ് ജാക്കറ്റ് ഒക്കെ എടുത്തു. നമുക്ക് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിരിക്കുകയാണ്. ഇവിടുത്തെ ലൈഫ് ജാക്കറ്റ് ഒന്നും ഒട്ടും ഹൈജീനിക് അല്ല ഗൈസ്. ഒട്ടും വൃത്തിയൊന്നും ഇല്ലാത്ത ലൈഫ് ജാക്കറ്റ്സ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. പിന്നെ അപ്പോൾ നമ്മളിനി കൊട്ടവഞ്ചി സവാരിക്ക് പോവുകയാണ്. അപ്പോൾ ചേട്ടൻ ഇവിടെ കൊട്ടവഞ്ചിയൊക്കെ ഒരുക്കുന്നുണ്ട്. തത്തച്ചിയൊക്കെ ലൈഫ് ജാക്കറ്റ് ഇടുവാണ്. തത്തച്ഛന് ഇതുവരെയായിട്ട് ലൈഫ് ജാക്കറ്റ് ഇടാൻ പറ്റുന്നത്. തത്തച്ചിയാണ് ഇടിയിപ്പിക്കുന്നത്. നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കൊട്ടവഞ്ചി. അപ്പോൾ നമ്മൾ കൊട്ടവഞ്ചിയിലൊക്കെ ഇരുന്ന് സെറ്റ് ആയി കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വഞ്ചിയും കൂടി ഉണ്ട്, അത് എടുക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ചേട്ടൻ ഇവിടെ കയറും, എന്നിട്ട് നമ്മൾ റൈഡിന് പോകും. ഹലോ ഫ്രണ്ട്സ്, ഇപ്പൊ വണ്ടി കൊട്ടവഞ്ചി എടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുകയാണ്. കൊട്ടവഞ്ചി പോകണം. ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ നടന്ന് അപ്പുറം ചെന്നിട്ട് ഈ കൊട്ടവഞ്ചി തന്നെ കയറിയിട്ട് വേണം നമുക്ക് വേറെ സൈഡിലോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങുവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഈ കൊട്ടവഞ്ചി തന്നെ പിന്നെയും പോകണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പിടിച്ച മീൻ ഇവിടെ തന്നെ വറുത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കാണെങ്കിൽ ഫ്രൈ ചെയ്ത് മേടിച്ചാണ് കിട്ടും. ഫ്രണ്ട്സ്, ഇവിടെ ഒരു കുഴങ്ങൻ ഇരിപ്പുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കുരങ്ങന്മാരിവിടെ. വാട്ടർഫാൾ ഉണ്ട്. അടിപൊളിയാണ് ഗൈസ്. ഇതെല്ലാം ഇവിടെ ഇവിടെ സൈറ്റ് സീയിങ്ങിനുള്ള അടിപൊളി വാട്ടർഫോൾസ് ആണ്. ഇത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞിട്ടാണ് അവിടെ നമ്മുടെ കൊട്ടയുണ്ടാവും. അവിടെ പിന്നെയും കയറി നമ്മൾ വലിയൊരു വാട്ടർഫോൾസ് ആണ് ഇനിയും കാണാൻ പോകും.
മലയും പിന്നെ അവിടെ കല്ലുകളും അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഒരു കുരങ്ങൻ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങി പൊക്കോണ്ടിരിക്കുവാണ്. അതെ 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 ഭയങ്കര രസകരമായ ഒരു സ്ഥലമാണ് തമിഴ്നാട്ടില്. പണ്ട് ഞങ്ങള് ഇവിടെ വന്ന് തിരിച്ചു പോയ സ്ഥലമാണ്. സമയം പോയായിരുന്നു ഇവിടെ വന്നപ്പോൾ. ഏതായാലും അടിപൊളി. വലിയ കുഴിയാണ്, അങ്ങോട്ടാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടെ പാറ കെട്ടി ഇറക്കിയ പോലെയാണ് ഈ കുഴി. നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. കൊട്ട കയറി. ഇനി അവരുടെ കൊട്ട വന്നില്ല, അവരുടെ കൊട്ട വരുമ്പോൾ നമുക്ക് പോവാം. അങ്ങോട്ട് നമുക്ക് ഭയങ്കര വ്യൂ ആണ്, അടിപൊളിയാണ്. അപ്പൊ നമ്മുടെ കൊട്ട പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിനി പോവാം. തത്തച്ചനും ശശി അപ്പൂപ്പനും മണിയമ്മൂമ്മയും അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പൊ ഈ ചേട്ടൻ പറയുന്നത് ഈ ജൂൺ ജൂലൈ മാസങ്ങളില് ഇവിടെ നിറച്ചും വെള്ളമാവും. ഈ പാറക്കെട്ടുകളുടെ മൂളി വരെ അത്രയും വരെ വെള്ളമാവും ഇവിടെ ജൂൺ ജൂലൈ ആകുമ്പം. നമ്മളിപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങൾക്കൊരു റെഡ് കളറിൽ ആ പാറയുടെ മുകളിൽ ഒരാൾ ഇരിക്കുന്നതായിട്ട് കാണാമല്ലേ? അവിടെ ഒരു ചേട്ടൻ മീൻ പിടിക്കാൻ വല ഇട്ടോണ്ടിരിക്കുന്നതാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകാം. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇവിടെ ഇഷ്ടം പോലെ വെള്ളച്ചാട്ടങ്ങളുണ്ട്. തത്തച്ചിനും അവരെല്ലാം പുറകെ വരുന്നുണ്ട്. അവർക്കും നന്നായിട്ട് ഇഷ്ടമായി. നമുക്ക് ഇനി ആ വെള്ളച്ചാട്ടത്തിന്റെ അങ്ങോട്ട് പോവാം. ഫ്രണ്ട്സ്, പിന്നെ ഇവിടെ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അതൊരു കുഞ്ഞാണ്. ഇതാണ് അടിപൊളി. പൊക്കയില്ല, എന്നാലും അത് അടിപൊളിയാണ്. നമ്മൾ നനയാൻ പോവാണ്. അടിപൊളിയായിരിക്കും. തത്തച്ചിയുടെ കൊട്ടവഞ്ചി ആ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ കൊണ്ടുപോയിട്ട് കറക്കുവാണ്. അവര് മൊത്തം നനഞ്ഞു കാണും. മീൻ പിടിക്കാൻ കൊണ്ട് ഭയങ്കര വലിയ വലയാണ് കേട്ടോ. അതെ, അവിടെ നിന്നിട്ട് ഇവിടം വരെ വരും. നമ്മളിത് ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഇവിടെ മൊത്തം നനയുമായിരിക്കും. നമുക്കിനി അതിന്റെ അടുത്തേക്ക് പോകാം.
കുറവാണെന്നാണ്. இந்த மாதிரி முள்ளங்கொல்லி சதெல்லாம் எடுத்துருக்குது. நிறையா படங்கள் இங்கே எடுத்துருக்குது. ரோஜா, ராவணன், இது விஜயகாந்த் அது அந்த மூவி நிறையா படம் எடுத்துருக்குது. எம்ஜிஆர் அடிமை பெண்ணு நிறையா படங்கள் எடுத்துருக்குது. ஆனால் வெள்ளம் கொஞ்சம் குறவானிக்கு இப்போ வெள்ளம் கொஞ்சம் குறவு. இதே வெள்ளம் கொஞ்சம் கூடுதலுக்கு வெள்ளச்சட்டு நிறையா விழும். நல்லா ஒன்றும் பசுசாக இருக்குது பார்க்குறதுக்கு. அப்போ ஆகஸ்ட்டில் வந்து வெள்ளம் அதிகமாக வரும்போது அங்கே மைசூர் டேம் இருக்கு இல்லையா, அது ஓப்பன் செய்யும்போது ஃபுல்லாக வெள்ளம் வரும். ஒரு மீடியம் வெள்ளம் வந்தாக்க இந்த மீடியம் இதுக்கு வந்தாக்க வேறு ரூட் சேஞ்ச் ஆகும் போட்டிங்கு. ஆனால் அதிகமான வெள்ளம் வந்தாக்க பாறையை மூடுற அளவுக்கு வெள்ளம் வரும். அப்போ அந்த டைம் போட்டிங் க்ளோஸ், அப்போ ஸ்டாப் ஆகிடும், விடாது. அது ஆகஸ்ட்டில், ஜூன், ஜூலை, ஆகஸ்ட்டில் வெள்ளம் ஸ்டார்ட் ஆகிடும். ஆனால் ஆகஸ்ட் மாதம் ஃபுல்லாக போட்டிங் ஸ்டாப் பண்ணிடுவாங்க. அந்தளவுக்கு இருக்கும். ഏറ്റവും നല്ല ടൈം சார் ഏറ്റവും നല്ല ടൈം இது இங்கே சுற்றி பார்க்கறதுக்கு ഏറ്റവും நல்ல சமயம் அது இதுதான் சார் இது டிசம்பர் இந்த டைம் தான். ஆனால் பட் இது வந்து வெள்ளம் கொஞ்சம் குறவாச்சு. இந்த வருஷம் மைசூர் டீமில் வெள்ளம் தரும் நல்லா இந்த அளவுக்கு. ഇവിടെ ഡിസംബർ ആകുമ്പം വെള്ളം കുറവ്, നല്ല ഇവിടെ വിസിറ്റ് ചെയ്യാൻ നല്ല ടൈമാണ്. ആഗസ്റ്റ് ആകുമ്പോൾ ഇവിടെ ഈ പാറയുടെ അത്രയൊക്കെ വെള്ളം വരും. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആയിരിക്കും. കറങ്ങിയത് അടിപൊളിയായിരുന്നു. വെള്ളം ഇഷ്ടം പോലെ തെറിയായിരുന്നു. സൂപ്പറായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ നല്ല രസമാണ് കേട്ടോ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ശരിക്കും വന്ന് എൻജോയ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. നരൻ മൂവിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഇവിടെയാണ്. അപ്പോൾ ആ ടൈമിലൊക്കെ ഇവിടെ ഭയങ്കര വെള്ളമായിരുന്നു. പക്ഷെ നമുക്ക് ഇതാണ് ഇവിടുത്തെ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. പിന്നെ കറങ്ങിയതൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. അടിപൊളിയായിട്ടാണ് നമ്മൾ കറങ്ങിയതൊക്കെ. പിന്നെ വാട്ടർഫോളിന്റെ അടുത്തേക്കൊക്കെ പോയപ്പോൾ അവിടുന്നും വെള്ളം തെറിച്ച് അടിപൊളിയായിരുന്നു. ഒക്കനിക്കിലെ ഈ കൊട്ടവഞ്ചി യാത്ര അതിസുന്ദരമാണ്, മനോഹരമാണ്. കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും അതിർത്തി, ആ അതിർത്തിയിലാണ് ഈ ഹൊഗനിക്കൽ വാട്ടർഫോൾസ്. വളരെ മനോഹരമാണ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ. ആദ്യം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ കൊട്ടവഞ്ചി കയറുന്നതിന് മുമ്പ് തത്തച്ച് പറഞ്ഞ അയ്യോ എനിക്ക് കയറണ്ട, ഭയങ്കര പാടായിരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് ഇപ്പൊ കയറിയപ്പോൾ പറയുന്ന അടിപൊളിയായിരുന്നു, ഇഷ്ടമായി, എല്ലാം അടിപൊളിയായിരുന്നു. എന്നിട്ട് ഞങ്ങളെ കറക്കില്ലേ അതുപോലെ തന്നെ അവരെയും കറക്കി, എല്ലാം അടിപൊളിയായിരുന്നു. ഞാനിപ്പോ ഈ കൊട്ടവഞ്ചി തൊഴയാണ്. ആ ചേട്ടൻ എനിക്ക് തന്നു. ഞാൻ ചേച്ചിക്ക് തുഴയുകയാണ്. വിസു പറഞ്ഞ പോലെ തന്നെ ഞാനും തുഴയുകയാണ്. അപ്പൊ ഈ ചേട്ടൻ നമുക്ക് തുഴയാനൊക്കെ ആയിട്ട് അച്ഛയുടെ കൊടുത്തിട്ട് അത് അയ്യോന്ന് വെച്ചാണ്. അടിപൊളിയാണ്. ഞങ്ങൾ തുഴയുമ്പോൾ മുന്നോട്ടും പോകുന്നുണ്ട്, അടിപൊളിയാണ്. പിന്നെ ഈ ചേട്ടൻ പറഞ്ഞു പിന്നെ 60 അടി താഴെ ഉണ്ട്. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ വല വലിച്ചിടണം ഞാൻ കണ്ടായിരുന്നു. അടിപൊളിയാണ്, ഇഷ്ടം പോലെ മീനുണ്ട്. റിവർ ബാങ്ക് പോലെ ഉണ്ട്. അവിടെ മണലിട്ടിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകാനായിട്ട് പോകുന്നത്. അവിടെ ചെന്നിട്ട് നമ്മുടെ വണ്ടി, ഓട്ടവണ്ടി നിർത്തും. എന്നിട്ട് നമ്മൾ ഇറങ്ങും. നമ്മുടെ ആ വ്യൂ എല്ലാം ആസ്വദിച്ചിട്ടാണ് തിരിച്ചു പോവുക. റിവർ ബാങ്ക് ഉണ്ട്, മണൽത്തിട്ട. അവിടെ മണല് കൂടി കിടക്കുന്ന സ്ഥലം, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. കൊട്ടവഞ്ചിക്ക് കൊറക്കൽ എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. അപ്പം നമ്മളിത് അടുത്തെത്താറായി. നമുക്ക് റിവർ ബാങ്ക്. ഇവിടെ ഇങ്ങനെ കുറെ ആൾക്കാർ മാങ്ങ, പൈനാപ്പിള്, പിന്നെ ലേസ് സാധനങ്ങളൊക്കെ പോകും. അപ്പൊ ഞങ്ങള് ഇങ്ങനെ കൊട്ടവഞ്ചി പോകുമ്പോ വേറൊരു ചേച്ചി ഇങ്ങനെ കൊട്ടവഞ്ചിയില് കുക്കുംബേഴ്സും പിന്നെ ഫ്രൂട്ട്സും അതുപോലെ മാങ്ങയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങളിപ്പോ ഒരു മാങ്ങ മേടിച്ചിട്ടുണ്ട് കേട്ടോ. മാങ്ങയ്ക്ക് നല്ല പുളിയാണ്, പക്ഷെ അതിൽ മസാലയുടെ ഇട്ടപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ട്.
അത് அவங்க എൻട്രൻസ് ബോട്ട് ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് ഈ റിവർ ബാങ്ക്. നമ്മൾ ഇവിടെ ചെന്നിട്ട് അങ്ങ് പോകും. ഭയങ്കര പുളിയാണ്, അതുകൊണ്ട് മിണ്ടാൻ പറ്റുന്നില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ റിവർ ബാങ്കിൽ നിർത്താനായിട്ട് പോവുകയാണ്. അവരും എന്താ മേടിച്ച് പറഞ്ഞോളെ. അച്ഛൻ ഭയങ്കര ഫോമിനാണ്. എന്നാന്നറിയത്തില്ല, കുക്കുംബർ തിന്നോണ്ടായിരിക്കും. എത്തി അവരിറങ്ങുന്നില്ല. ഇവിടെ ഫോട്ടോ എടുക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയിട്ട്. നമ്മൾ കയറി പൊക്കോണ്ടിരിക്കുവാണ് കേട്ടോ. ഈ മണലായോണ്ട് കാലിന്റെ അടിയിലേക്ക് പോവാണ്. പോയി കുറെ കക്കയൊക്കെ കളക്ട് ചെയ്തു. ഭയങ്കര വെറൈറ്റി കക്കയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഗിൽറ്റ് പോലത്തെ ഇളങ്ങുന്ന കക്കയൊക്കെ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ അവിടെ നല്ല വ്യൂ ആണ്. എന്നുവെച്ചാൽ കുറേ മണലുണ്ട്, വലിയൊരു മലയൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. നമ്മൾ ഫോട്ടോ വീഡിയോ ഷൂട്ടൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ ഒന്നുകൂടെ വട്ടം കറക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, പിന്നെ ഇതിന്റെ അങ്ങേയറ്റത്ത് കുളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഡ്രസ്സ് എടുത്തില്ല, അതുകൊണ്ട് കുളിക്കാൻ പറ്റില്ല. നിങ്ങൾ വരുമ്പോൾ ഉറപ്പായിട്ടും ഡ്രസ്സ് എടുക്കണം. അടിപൊളി സ്ഥലമാണ് ഇവിടെ കുളിക്കാൻ. ഇവിടെ ചുട്ട മീൻ അപ്പോൾ അവിടെ തന്നെ എടുത്ത് ഫ്രൈ ചെയ്ത് അടിപൊളി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തച്ചോടെ വെച്ച് നമുക്ക് മീൻ വേണമെന്ന് ചോദിക്കാം. മീൻ വേണം, മീൻ വേണ്ടേ? വേണ്ട കേസ്. ഇവിടെ ആയിട്ടോ മീൻ വറുത്ത് കൊടുക്കും, ലൈവായിട്ട് വറുത്ത് കൊടുക്കും. ആ ഷെഡൊക്കെ ഉണ്ടോ, ആ ഷെഡിന്റെ അകത്ത് വെച്ചിട്ടാണ് അവര് മീൻ ഫ്രൈ ചെയ്യുന്നത്. ഇവിടെയൊക്കെ കൊട്ടവഞ്ചി നമ്മുടെ തൊട്ടടുത്താണ്. ഒന്ന് നമ്മൾ മുട്ടിയായിരുന്നു കേട്ടോ. ഇപ്പൊ മുട്ടുന്നാണ് തോന്നുന്നത്. തൊട്ടടുത്തൂടെയാണ് വരുന്നത്. അവർക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ വന്നേ. പിന്നെ പേടിയൊക്കെ ഉണ്ട്, അത് മനസ്സിൽ വെച്ചേക്കോ, പറയത്തില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തിരിച്ച് വെക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്നുകൂടെ കറക്കും. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്പോട്ട് കിട്ടാൻ വേണ്ടി കറക്കാനായിട്ട്. നമ്മളിവിടെ വന്നത് ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ്. അപ്പം നല്ല ടൈമിംഗ് ആണ് അപ്പം നിങ്ങൾ വരുന്നത്. കാരണം വെയിലൊക്കെ പോയി നല്ല ചൂടുണ്ട്, എന്നാലും നല്ല തണലൊക്കെ ഉണ്ട്. ആ ഒരു കാലാവസ്ഥയാണ്, നല്ല കാലാവസ്ഥയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ വരാം. ഞങ്ങൾ ഈവനിങ്ങിലാണ് വന്നത്. அந்த துளி அடிச்சு தான் பாறை அந்தளவுக்கு ஓட்டாடுது. அந்தளவுக்கு தண்ணி வெள்ளம் அதிகமாக இருக்கும்போது ஃபோர்ஸ் ஜாஸ்தி. அந்த துளி அடிக்கிறதுல இந்த மாதிரி ஆகுது. வெள்ளம் வந்து ஓட்டாடு. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ ഓഗസ്റ്റ് ഒക്കെ ആവുമ്പോൾ വെള്ളം പൊക്കൂല. ഈ പാറയുടെ അവിടെ വരും. അപ്പോൾ ഇവിടെ ചുഴി ഉണ്ടാവും, താഴെ ചുഴി ഉണ്ടാവും വെള്ളത്തിനടിയിൽ. അങ്ങനെയാണ് ഇവിടെ ഈ പാറക്കല്ലുടെ അവിടെയൊക്കെ ഗുഹ ഉണ്ടായത്. ഭയങ്കര ശക്തിയാണ് കേട്ടോ ഈ വെള്ളത്തിനൊക്കെ. പിടിക്കാനായിട്ട് കൊട്ടമഞ്ചിയായിട്ട് ഇവിടെ കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിൽക്കൊരു ചേട്ടനെ കാണാൻ സാധിക്കും. ആ ചേട്ടൻ ഇവിടെ വലയിട്ട് മീൻ പിടിക്കുവാണ്.
നിങ്ങളിത് ഒരിക്കലും മിസ് ചെയ്യാതിരിക്കേണ്ട ഒരു സ്പോട്ട് തന്നെയാണ്. കാരണം ഇത് ഇന്ത്യയിലെ നയാഗ്ര എന്നാണ് ഇതിനെ അറിയേണ്ടത്. നമ്മളിപ്പോൾ വന്ന് ഈ ടൈമിലൂടെ വെള്ളം കുറവാണ്, പക്ഷെ കുറച്ചുകൂടെ വെള്ളമുള്ള ടൈമിൽ വരുവാണെങ്കിൽ ഇവിടെ ശരിക്കും ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു മിറാക്കിൾ പോലെ ആയിരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ ഈ കാണുന്ന പാറകളിലൂടെ എല്ലാം വെള്ളം ഒലിച്ച് താഴത്തോട്ട് ഇറങ്ങും. എന്നിട്ട് നല്ല രസമായിരിക്കും ഇവിടെ എന്ന് പറയുന്നത്. ഇഷ്ടായോ? എല്ലാവർക്കും ഇഷ്ടായോ? ടൈമിലെ വണ്ടി ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഫോട്ടോ ഒക്കെ അടിപൊളി നമുക്ക് എടുക്കാൻ പറ്റി. ഇത് നല്ല ടൈം. ശശികൊച്ച എങ്ങനെയുണ്ടായിരുന്നു? ബെസ്റ്റായിട്ടുണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ വന്നതാണ്, കാണണമെന്ന് വളരെയധികം മോഹിച്ചു വന്നു. പക്ഷേ സന്ധ്യയായിപ്പോയി, അന്ന് കാണാൻ സാധിച്ചില്ല. ആ മോഹം ഇന്ന് സഫലീകരിക്കപ്പെട്ടു. അതിലൊരു ആത്മസംതൃപ്തിയുണ്ട് ഞങ്ങൾക്ക്. ഇത് തമിഴ്നാടും കർണാടകയുടെ ബോർഡറാണിത്. ഈ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗം തമിഴ്നാടും അങ്ങ് അപ്പുറം കാണുന്ന മല ഇതിന് തൊട്ടപ്പുറം കർണാടകയാണ്. അപ്പോൾ അവരുടെ ഭാഗത്തും ഉണ്ട് ഈ കൊട്ടവഞ്ചി. എന്നാലും കൂടുതൽ തമിഴ്നാടിൻ്റെ ഭാഗത്താണ് ഈ കൊട്ടവഞ്ചിയുടെ കാര്യങ്ങളൊക്കെ കൂടുതലുള്ളത്. ഇവിടെ സാധാരണ ദിവസം വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, പക്ഷേ ഞായറാഴ്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിഭയങ്കരമായ തിരക്കാണ്. ഏതായാലും വളരെ ഭംഗിയായി നമ്മളെ അടിപൊളിയായ സ്ഥലമാണ്. എല്ലാവരും വന്നൊന്ന് കാണും. ഇറങ്ങി കയറിയ സ്ഥലമില്ല, അവിടെ നമ്മളിപ്പോ എത്തിയേക്കുവാണ്. ഇനി ഈ കൊട്ടവഞ്ചി കയറിയിട്ട് നമ്മള് സ്റ്റാർട്ടിങ് പോയില്ല, അവിടെ ചെന്നിട്ട് നമ്മള് നേരെ പോവാണ്. ഇവിടെ ഇരുട്ടായി കേട്ടോ, 6:15 മണിയൊക്കെ ആയി. എന്ത് അടിപൊളിയായിരുന്നു. ഇപ്പൊ ഇവിടെ ഇരുട്ടായി, ഞങ്ങളിപ്പം അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ കറക്കാണ് കേട്ടോ.
ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.